അമ്മ കഥ വായിക്കുന്ന കേൾക്കണോ? ചുപ്പനും ഒരു പാവം എലിക്കുട്ടനാണ് ടിക്കൻ. ദേ ഈ എലിക്കുട്ടനെ കണ്ട, ഈ എലിക്കുട്ടൻ്റെ പേരാണ് ടിക്കൻ. ഒരു ദിവസം അവനെ മാവിൻ ചൂട്ടി കിടന്നൊരു മാമ്പഴം കിട്ടി. അവനെ മാവിൻ ചൂട്ടി കിടന്നിട്ട് ഒരു മാങ്ങാപ്പഴം കിട്ടി. ഹയ്യടാ, ഇത് കൂട്ടുകാർക്കും കൊടുക്കാം. അവൻ മാമ്പഴം എടുത്ത് കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. അവനെ കൂട്ടുകാർക്കും കൊടുക്കാനായിട്ട് ആ മാങ്ങായും കൊണ്ടുപോയി. പെട്ടെന്ന് ചുപ്പനെണ്ണാൻ ചാടി വന്നു. ഏയ്, ഇത് എൻ്റെ മാവിലെ മാമ്പഴമാണ്, എനിക്ക് വേണം. ദേ ഈ അണ്ണാൻകുഞ്ഞിനെ കണ്ടോ, ഈ അണ്ണാൻകുഞ്ഞ് ചാടി വന്നിട്ട് പറയുക, ഇത് എൻ്റെ മാവിലെ മാമ്പഴമാണ്, അതെനിക്ക് വേണമെന്ന്. ചുപ്പൻ ടിക്കൻ്റെ കയ്യിൽ നിന്ന് മാമ്പഴം തട്ടിയെടുത്ത് ഒറ്റപ്പോക്ക് അവൻ ആ എലിക്കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് മാമ്പഴം തട്ടിയെടുത്തുകൊണ്ട് മരത്തിൻ്റെ മണ്ടയ്ക്കോട്ട് ഓടിപ്പോയി. ചുപ്പൻ മാമ്പഴവുമായി നേരെ മാവിലേക്ക് കയറി. പാവൻ ടിക്കനിൽ വിഷമിച്ച് മാവിൻ ചുവട്ടിൽ നിന്നു. ആ എലിക്കുഞ്ഞ് പറഞ്ഞു, അത് എൻ്റെ മാമ്പഴമാണ്, ഇവിടെ താ, അത് നിങ്ങൾ കൊണ്ടുപോകാതെ അത് എനിക്ക് താന്നും പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. ഏയ്, ഞാൻ ഈ മാവിൻ്റെ ചുവട്ടിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് മാമ്പഴത്തിൻ്റെ പകുതി എനിക്കിതാ, ടിക്കൻ പറഞ്ഞു. ഞാനേ ഈ മാവിൻ്റെ ചുവട്ടിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്കിത് വേണം. നമ്മൾ എലിയുടെ ഇത് കണ്ടിട്ടില്ലേ, വീട്, അതുപോലെ അങ്ങനെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മാങ്ങാപ്പഴം വേണമെന്ന് പറഞ്ഞു. ചുപ്പനെണ്ണൻ അതൊന്നും കേട്ടില്ല. എലിക്കുഞ്ഞ് പറയുന്ന ഒന്നും ചുപ്പനെണ്ണൻ കേട്ടില്ല. അവൻ ഒറ്റയ്ക്ക് മാമ്പഴം കഴിക്കാനൊരുങ്ങി. പെട്ടെന്ന് ചുപ്പൻ്റെ കയ്യിൽ നിന്നും മാമ്പഴം താഴേക്ക് വീണു പോയി. മാങ്ങ കയ്യിൽ നിന്ന് താഴെ പോയി. താഴെ വീണതും മുനയുള്ള കല്ലിൽ തട്ടി മാമ്പഴം 2 കഷ്ണമായിപ്പോയി. പിടും പറഞ്ഞുകൊണ്ട് പോയി. ടിക്കൻ ഒരു കഷ്ണം എടുത്തു. എന്നിട്ട് മറ്റേ കഷ്ണം ചുപ്പന് നേരെ നീട്ടി. ദാ, പകുതി മാമ്പഴം എടുത്തോ എന്ന് പറഞ്ഞു. മാവിലിരുന്ന ചുപ്പൻ നാണിച്ചു പോയി. മാമ്പഴം പങ്കിട്ട് കഴിച്ചാൽ മതിയായിരുന്നെന്ന് അവന് മനസ്സിലായി. അവൻ എന്തു തോന്നി, മാമ്പഴം 2ആയി പകുത്ത് കൊടുത്താൽ മതിയായിരുന്നു, എടുത്ത് കഴിച്ചാൽ മതിയായിരുന്നെന്ന് അവന് മനസ്സിലായി. കണ്ടോ, അങ്ങനെ മാമ്പഴം പപ്പാതി എടുത്താലല്ലേ കൂട്ടുകാരാവുകയുള്ളൂ. അതെ, അവൻ മാവിലിരുന്ന് ചുപ്പൻ നാണിച്ചു പോയി. മാങ്ങ അവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയില്ലേ. താഴെ വീണ് പോയപ്പം 2 കഷ്ണമായിട്ട് ഈ എലിക്കുഞ്ഞിൻ്റെ കയ്യിൽ കിട്ടി. എലിക്കുഞ്ഞപ്പം അവനൊരെണ്ണം കൊടുത്തു, പകുതി അവൻ അണ്ണാനും കൊടുത്തു, പകുതി എലിക്കുഞ്ഞും കഴിച്ചു. കണ്ട, കഥ കഴിഞ്ഞു.